റോഡിൻ്റെ ഒരു ഭാഗം, അതായത് സർവീസ് റോഡിൻ്റെ ഒരു ഭാഗവും ഇടിഞ്ഞിട്ടുണ്ട്. അതോട് ചേർന്ന് നിൽക്കുന്ന വയൽ പ്രദേശവും ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. വാഹനങ്ങൾക്ക് മുകളിലേക്കാണ് ഇത് വീണിരിക്കുന്നത്. പക്ഷേ നിരവധി വാഹനങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിൽ വലിയൊരു അപകടത്തിന് സാധ്യത ഉണ്ടാകുമായിരുന്ന സംഭവമായിരുന്നു. ആശ്വാസകരമായ കാര്യം അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് റഫീഖറുള്ളായി പകർത്തുന്ന ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്നൊരു പാതയുടെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ഇടിഞ്ഞിരിക്കുന്നു അല്ലേ? ഇതിപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ റൂട്ടാണ്. അതെ, സംഭവിച്ചത് നേരെ അടിക്കാണ്ട് ബെൻഡായിട്ട് ഉള്ളിൽ അങ്ങനെ കയറി ഇവിടുന്ന് കാണാൻ പോയത്. ഒരുപാട് ടൈമുകൾ ഇതേമാതിരി പറഞ്ഞതാണ്. ഒരുപാട് വിഷയങ്ങൾ നമ്മളെ പരീത്തോട് ഭാഗം, അതേമാതിരി ഇവിടുത്തെ വിഷയങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടൊരു ഇതില്ലാതെ ഇപ്പോൾ നടന്നു പോയതാണ്. അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിച്ചത്. ഇത് എത്ര സംഭവിക്കാൻ ഇത് കണ്ടില്ല ഞങ്ങള്. ഈ ജാതി ഭൂമി കുലുങ്ങിയതാന്നാ വിചാരിച്ചത്. അതൊന്നല്ലത്. ഇതുപോലെ മണ്ണെല്ലാം കൂടിയാണ് കൊണ്ടേങ്ങാണ്ട് തട്ടിങ്ങാണ്ട്. എന്താ ഇപ്പം ഇതിൻ്റെ അവസ്ഥ? ഇതിൻ്റെ ഇടയിൽ കൂടെ എത്ര വണ്ടികൾ പോണ റോഡാണിത്. മനുഷ്യന്മാരൊക്കെ ഇത് നിങ്ങളെ കണ്ട ഒരു JCB ഉണ്ടത്. അത് ഞാൻ വിചാരിച്ച് വന്നപ്പോൾ എന്താണെന്നറിയോ, റുക്കുവക്ക് പോയതാണ്, നിസ്കാരത്തിൽ ഊര നെട്ടിയതാണെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങളിവിടെ കുഴപ്പത്തിൽ പുതിയതായിട്ട് വന്നൊരു മൊട്ടക്കുന്നുണ്ട്. മൊട്ടക്കുന്നുണ്ടാ ഇപ്പം ഉണ്ടായതാണ്, പുതിയതായിട്ട് ഉണ്ടായതാണ്. ഇത് എന്താന്ന് വെച്ചാൽ ജനങ്ങൾക്കൊരു ഉപകാരമുള്ള മൊട്ടക്കുന്നാണിത്. ഇതൊക്കെ സർക്കാർ 1-ാം തീയതിക്ക് ഉദ്ഘാടനത്തിന് വെച്ചാണല്ലോ. ഇത് മനുഷ്യന്മാരുടെ നെഞ്ഞത്തു കൂടെയാണ് നിങ്ങൾ ആലോചിച്ചോക്കണേ. ഒരു കാറാണ് പോലീസുകാർ ഇപ്പം ഞങ്ങളോട് മാറാൻ പറയണേ, താഴത്തേക്ക് നിൽക്കാൻ പറയണേ. ഓലറ്റല്ലേ ഞങ്ങൾ ആദ്യം പോകലേ. അതായത് റോഷൻ ഇപ്പോഴും ഒരു മേഖലയിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിൽക്കേണ്ടതില്ല. അതായത് വിള്ളൽ ഇപ്പോഴും രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. റോഡുകൾക്ക് തന്നെ തുറന്നു കൊടുത്തൊരു പാതയായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു അപകടത്തിന് കാരണമെന്ന് വ്യക്തമല്ല. ദിനം പ്രതി നിരവധി വാഹനങ്ങൾ കടന്നു. ഇപ്പോൾ ഏറ്റവും സ്പീഡ് പണി നടന്ന സ്ഥലം ഇവിടെയാണ്. ഏറ്റവും സ്പീഡ് പണിപ്പോൾ ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോഴൊന്നും കഴിച്ചില്ലാവുന്നുണ്ട് തോന്നുന്നില്ല. ഇനി അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് 2 മാസമാവുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നാഷണൽ ലെവലിൻ്റെ ആൾക്കാരോട് ഉണ്ടല്ലോ, എഞ്ചിനീയർമാരോ ഇവിടെ ഒരുപാട് ആൾക്കാരോടെ കാണുന്നുണ്ട്. കക്കാട് ഭാഗത്ത് നേരത്തെ റോഡ് ഇടിച്ചൊരു സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ. അതിന് മേലെ ഭാഗത്താണ്. അത് ടൗണിൽ, കക്കാട് ടൗണിലേക്ക് പോണ ഭാഗത്ത് 2 ഭാഗത്തായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഉദ്ഘാടനത്തിനുള്ള പെട്ടെന്നുള്ള ജാഗ്രതയുടെ പണിയാണ്, ഫാസ്റ്റ് പണിയാണ്. അതുകൊണ്ട് ഇത് നേരക്കുള്ള ഒരു അമർത്തലോ കാര്യങ്ങളോ അല്ല. പിന്നെ പാടല്ല അടിയിൽ പാറ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതിലൊരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഇതാണ് ഇത് മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ. മലപ്പുറത്ത് നിന്നാണ് മുബഷീർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണിരിക്കുന്നു. ദേശീയപാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. മുബഷീർ P. അക്ബർ വിശദീകരിക്കുകയായിരുന്നു.